CPM നേതാക്കന്മാർ ഇനി കാണാനും അനുഭവിക്കാനും ഇരിക്കുന്നത് ഉറക്കമില്ലാത്ത ജയിലർ രാത്രികളാണെന്ന് മാത്രമാണ് ഇപ്പോൾ നമുക്ക് അഭിപ്രായപ്പെടാനുള്ളത്. MP ഗോവിന്ദൻ, A റഹീം അടക്കം ബിനീഷ് കോടിയേരി അടക്കമുള്ള വൻപൻ സ്രാവുകളിലേക്ക് BD ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസ് കടന്നുപോയിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് ഇവരുടെ ഇപ്പോൾ പുതുതായിട്ട് പണിത AKG സെന്ററിനകത്ത് പോലീസിന്റെ ബൂട്ട്സിന്റെ സൗണ്ട് കേൾക്കാനും പോലീസ് കടന്നു പോകാനൊന്നും അധികം സമയം വേണ്ട. ഈ MP ഗോവിന്ദൻ അടക്കമുള്ള ഒരു ഡസൻ നേതാക്കന്മാർ ഉള്ളിലേക്ക് പോകാൻ പോവുകയാണ്, ജയിലിന്റെ ഉള്ളിലേക്ക്. നമസ്കാരം. ED ആക്രമിച്ച കേസിൽ CPM നേതാക്കൾ ഊരാക്കുടുക്കിലേക്ക് പോവുകയാണോ എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. കാരണം ഈ ഒരു സംഭവത്തിൽ CPM നേതാക്കൾക്ക് നോട്ടീസ് അയച്ചിരിക്കുകയാണ് ED. ആർക്കൊക്കെയാണ് എന്ന് വെച്ചാൽ MV ഗോവിന്ദൻ, ജോൺ ബ്രിട്ടാസ്, V ജോയ്, ബിനീഷ് കോടിയേരി എന്നിവർക്കാണ് നിലവിലിപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇവരെ ചോദ്യം ചെയ്യുമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടുമാണ് നിലവിലിപ്പോൾ പുറത്ത് വരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ് യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഗോകുൽ ഗോപിനാഥ്. ഈ ED ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് CPM നേതാക്കൾക്ക് EDയുടെ നോട്ടീസ് വന്നിരിക്കുകയാണ്. അതായത് MV ഗോവിന്ദൻ, ജോൺ ബ്രിട്ടാസ്, V ജോയ്, ബിനീഷ് കോടിയേരി എന്നിവർക്ക് നോട്ടീസ് വന്നിരിക്കുന്നു. ഈ നോട്ടീസ് ഒരു പ്രവചന സ്വഭാവത്തിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞതാണ്. അത് സ്വാഭാവികമായിട്ട് നിയമവ്യവസ്ഥയോടുള്ള മര്യാദയും വിശ്വാസവും കൊണ്ട് നമ്മൾ പറഞ്ഞതാണ്. ഇത് ഇവരിപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട ഇവരുടെ കുട്ടി സഖാക്കളിൽ ഇവരുടെ ചുടുചോറ് വാരിക്കുന്ന കുട്ടിക്കുരങ്ങന്മാരിൽ ഒതുങ്ങില്ല എന്നും DYFI SFIയുടെ പ്രാദേശിക തിരുവനന്തപുരം നഗരത്തിലെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കുന്നതിൽ ഇത് അവസാനിക്കില്ല എന്നും ഈ അറസ്റ്റും ഈ പറയുന്ന ഗൂഢാലോചനയും ഒക്കെ AKG സെന്ററിന് പടിക്കെട്ട് കയറി കടന്നു പോകുമെന്നും ഞങ്ങൾ പറഞ്ഞതാണ്. BJP പറഞ്ഞതാണ്, യുവമോർച്ച പറഞ്ഞതാണ്. അതാണിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. MP ഗോവിന്ദൻ, A റഹീം അടക്കം ബിനീഷ് കോടിയേരി അടക്കമുള്ള വൻപൻ സ്രാവുകളിലേക്ക് BD ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസ് കടന്നുപോയിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, രാജ്യത്തിൻ്റെ സാമ്പത്തിക സുരക്ഷയെ അരക്കിട്ടുറപ്പിക്കുകയും രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ നിലനിർത്തുകയും ചെയ്യുന്ന വലിയൊരു സംവിധാനമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അതിനെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ ഭരണഘടനയെ ആക്രമിക്കുന്ന, രാജ്യത്തിൻ്റെ സുരക്ഷയും സാമ്പദ് വ്യവസ്ഥയെയും ആക്രമിക്കുന്ന സമീപനമാണ് ഈ പറയുന്ന DYFIയുടെയും SFIയുടെ നേതാക്കന്മാർ, CPM നേതാക്കന്മാരുടെ MP ഗോവിന്ദൻ, A റഹീം, ജോൺ ബ്രിട്ടാസ്, അവിടെ വന്ന എല്ലാ AKG സെന്ററിൻ്റെ അകത്ത് നിന്ന് കടന്നു വന്ന നേതാക്കന്മാരുടെ എല്ലാം ആജ്ഞാനുവർത്തികളായ ആളുകൾ, അവരുടെ ആജ്ഞകൾ പുറപ്പെടുവിച്ച ഈ MP ഗോവിന്ദൻ അടക്കമുള്ള ഒരു ഡസൻ നേതാക്കന്മാർ ഉള്ളിലേക്ക് പോകാൻ പോവുകയാണ്, ജയിലിന്റെ ഉള്ളിലേക്ക്. അവിടെ ഇതേപോലെ ഈ പറയുന്ന DYFIക്കാരും SFIക്കാരും കടന്നതുപോലെ 60 ദിവസത്തിൽ കൂടുതൽ അവരകത്ത് കിടക്കേണ്ടി വരും. ഇത് ഇവർ പറയുന്ന PDPP കേസല്ല, ഇവർ പൊതുമുതൽ നശിപ്പിച്ച കേസല്ല. ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്താൻ വേണ്ടി ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച സ്വകാര്യ വാഹനം ആക്രമിച്ച കേസാണ്. അതുകൊണ്ട് CPM നേതാക്കന്മാർ ഇനി കാണാനും അനുഭവിക്കാനും ഇരിക്കുന്നത് ഉറക്കമില്ലാത്ത ജയിലർ രാത്രികളാണെന്ന് മാത്രമാണ് ഇപ്പോൾ നമുക്ക് അഭിപ്രായപ്പെടാനുള്ളത്. ഈ AKG സെന്ററിലേക്ക് അടക്കം ED റെയ്ഡ് പിന്നെ കടക്കുമോ എന്നുള്ളതാണ് താങ്കൾ അന്നും പറഞ്ഞിരുന്നു. ഇവിടെ ഏറ്റവും വലിയ AKG സെന്റർ ഉണ്ടല്ലോ ഇവിടെ ഡൽഹിയിൽ, അതിനകത്ത് പോലീസ് കയറിയില്ലേ ഇല്ലേ? തിരുവനന്തപുരത്ത് ഇവരുടെ ഇപ്പോൾ പുതുതായിട്ട് പണിത AKG സെന്ററിനകത്ത് പോലീസിന്റെ ബൂട്ട്സിന്റെ സൗണ്ട് കേൾക്കാനും പോലീസ് കടന്നു പോകാനൊന്നും അധികം സമയം വേണ്ട. അത് ഏതെങ്കിലും ഒരു പൊന്നാപുരം കോട്ടയോ അല്ലെങ്കിൽ അലിഖിതമായി ആരും അതിനകത്ത് കടന്നു വരരുതെന്ന സ്ഥലമൊന്നും അല്ലല്ലോ. അതൊരു പ്രത്യേക പ്രവിശ്യോ രാജ്യമൊന്നും അല്ലല്ലോ. AKG സെന്റർ എന്നല്ല, അതിനി പറയുന്ന ഇവരുടെ ഏത് പൊന്നാപുരം കോട്ടയ്ക്കകത്തും ഈ രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന ഗൂഢാലോചന നടത്തിയ, രാജ്യത്തിന്റെ ഉദ്യോഗസ്ഥരെ ED ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്താൻ ആഹ്വാനം ചെയ്ത ഈ നേതാക്കന്മാരെ ഇവരുടെ ഏത് പൊന്നാപുരം കോട്ടകളിലും ഏത് കോട്ടകൊത്തകങ്ങളിലും കൊണ്ട് പോയി അറസ്റ്റ് ചെയ്യാൻ ഈ രാജ്യത്തെ പോലീസ് തയ്യാറാകും. ഗോകുൽ ഗോപിനാഥ് ഇക്കഴിഞ്ഞ ദിവസം നമ്മളോട് പ്രതികരിച്ചപ്പോൾ ഉൾപ്പെടെ പറഞ്ഞിരുന്നു, AKG സെന്ററിൽ അടക്കം EDയുടെ റെയ്ഡ് വരും, വൈകാതെ വരുമെന്ന്. ആ ഒരു നിലയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിച്ചേരുകയാണ് എന്നുള്ള സൂചനയാണ് ഈ ഒരു ED നോട്ടീസിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.